Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാം ആണ് നാളെ നടക്കാൻ പോകുന്നത്, മാനേജറിയൽ എക്കണോമിക്സ്. സോ ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുടനെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ മാനേജറിയൽ എക്കണോമിക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. സോ ആ ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും പാസ് ആകാൻ സാധിക്കും. നമ്മൾ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിലും ഈസി ടോപ്പിക്സ് പാസ് ആകാൻ വേണ്ടിയിട്ടുള്ളത് അവിടെ ഉണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് വേണ്ടത് ടോട്ടൽ 100ൽ 35 മാർക്കാണ്. സോ അതിൽ ഇന്റേണൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഒരു 10 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ബാലൻസ് 80 മാർക്കിന്റെ എക്സാമിൽ നമുക്കൊരു 25നേക്കാൾ കൂടുതൽ മേടിക്കാൻ ഒരു പാടുമില്ല. അതിനായിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്, നമ്പർ 1, ഇപ്പൊ മാനേജറിയൽ എക്കണോമിക്സിന്റെ ബേസിക്സ് ഉണ്ട്, ഏരിയാസ് എന്താണ് മാനേജറിയൽ എക്കണോമിക്സ്, അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, ആ ഏരിയാസിൽ നിന്ന്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് ഫസ്റ്റ് ചാപ്റ്ററിലെ. അത് നിർബന്ധമായി നോക്കുക. അതിൽ നിന്ന് 2 മാർക്സ് അതുപോലെ തന്നെ 5 മാർക്സിന്റെ ചോദ്യങ്ങൾ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അത് ഈസിയസ്റ്റ് ഏരിയ. ദെൻ രണ്ടാമത് ഈസി ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഡിമാൻഡ് ആണ്. ഡിമാൻഡ് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ്, എസ്പെഷ്യലി ലോ ഓഫ് ഡിമാൻഡ്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈസി ഏരിയ, അതിൽ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട് ഡിമാൻഡില്, ഇലാസ്റ്റിസിറ്റിയിലൊക്കെ. ഗ്രാഫ് ആണെങ്കിലും വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഗ്രാഫുകളാണ് ഡിമാൻഡില്, ഇലാസ്റ്റിസിറ്റിയില്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അത് നോക്കാം. പിന്നെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. അതിൽ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഈസിയാണ് അതിന്റെ തിയറി. അതുപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ദെൻ ഒളിഗോപ്പൊളി, ഡ്യുവോപ്പൊളി. അതിൽ ഈ പറയുന്ന ഒളിഗോപ്പൊളിയുടെ കൺസെപ്റ്റ് അത് വളരെ ഈസിയാണ്. ഇതിൽ നിന്ന് എന്തായാലും 3 പാർട്ടിലും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് നെക്സ്റ്റ് സേഫസ്റ്റ് ഏരിയ. അതിനുശേഷം കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്ന ലാസ്റ്റ് ഏരിയയിലാണ്. അതിൽ ഈ പറയുന്ന ഇൻഫ്ലേഷൻ, ദെൻ ബ്ലാക്ക് മണി, അതുപോലെ തന്നെ പോവേർട്ടി, ദെൻ ഇനീക്വാലിറ്റീസ്. ഈ 4 ഇംബാലൻസസ് എന്ന് പറയും, റീജിയണൽ ഇംബാലൻസസ് അല്ലെങ്കിൽ ഇനീക്വാലിറ്റീസ്, ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ. ഈ 4 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് നമുക്ക് ഓരോ 3 പാർട്ടിലും ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ FDIനെ പറ്റിയിട്ടുള്ള കാര്യം, WTOനെ പറ്റിയിട്ടുള്ള കാര്യം, കേരള ഇക്കണോമി, അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമി, ഇതിന്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്ര ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് വളരെ കുറവും നമുക്ക് ഓൺ വേർഡ്സിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ ഏരിയാസിലോട്ട് ഫസ്റ്റ് ഫോക്കസ് ചെയ്ത് അവസാനിപ്പിക്കുക. ദെൻ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പാസ്സാകാൻ 2 പാർട്ടിലോട്ടാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ പാർട്ട് എയില് 15 ചോദ്യങ്ങളിൽ നമുക്കൊരു 5-6 കിട്ടിയാൽ മതി. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്, അതിൽ ഫീച്ചേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, അത് പ്രാഗ്മാറ്റിക് ആണോ നോർമാറ്റീവ് സയൻസ് ആണോ, അങ്ങനെ ചോദിക്കാറുണ്ട്. ദെൻ ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിൽ ഡിഫറെന്റ് ടൈപ്സ്. ഇപ്പൊ ഇൻകം ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കോസസ് ഓഫ് പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ് എന്താണ്, അണ്ടർ എംപ്ലോയ്മെന്റ് എന്താണ്, ദെൻ ഇനീക്വാലിറ്റീസ്, അതിന്റെ കൺസെപ്റ്റ്, റീജിയണൽ ഇംബാലൻസസ് എന്താണ്, കേരള എക്കണോമി, ഇന്ത്യൻ ഇക്കോണമി, ഇതിന്റെ ഒക്കെ ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്, WTO അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, FDI അതിന്റെ മെറിറ്റ്സ്, ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ. പിന്നെ ഞാൻ മാർക്കറ്റ് സ്ട്രക്ചറിലത്തെ എന്തായാലും 1-2 ചോദ്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ
perfect competition, monopolistic competition, then monopoly, oligopoly, duopoly, kinged demand curve എന്താണ്, collusive oligopoly എന്താണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. ദെൻ കൺസ്യൂമർ സർപ്ലസ് എന്താണ്, ഫോർവേഡ് പ്ലാനിങ് എന്താണ്, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്താണ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ്, ദെൻ ഇൻഡിഫറൻസ് കർവ് അതിന്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഷട്ട് ഡൗൺ പോയിന്റ് എന്താണ്. ഇങ്ങനെ 2 മാർക്സിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 5-6 ചോദ്യങ്ങൾ കിട്ടും. അപ്പൊ തന്നെ 10-12 മാർക്കായി. ദെൻ എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പല ടോപ്പിക്കുകളും നമുക്ക് അവിടെ കാണാം. അതിൽ ഞാൻ പറഞ്ഞു നേരത്തെ മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്ന് എപ്പോഴും ഒരെണ്ണം വരുന്നതാണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനോ പെർഫെക്റ്റോ ഒളിഗോപ്പൊളി ഡിയോപ്പൊളി അങ്ങനത്തെ ആ മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്ന് ഒരെണ്ണം എല്ലാ പേപ്പറിലും വരാറുണ്ട്. നിർബന്ധമായും പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ ബ്ലാക്ക് മണി, അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ കോസസ് ഓഫ് ഇനീക്വാലിറ്റീസ്, FDI, അങ്ങനെ 3-4 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്സേയിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമിയുടെയും കേരള ഇക്കോണമിയുടെയും ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എസ്സേക്ക് വരാറുണ്ട്. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്സേ എപ്പോഴും വരാറുള്ളതാണ്. ദെൻ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് 4 എസ്സേയിൽ 2 എണ്ണം കിട്ടാൻ ഒരു പാടും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പാർട്ട് എയും പാർട്ട് സിയും നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് പാസ്സാക്കാൻ സാധിക്കും. ഇതിൽ പറഞ്ഞ പല ടോപ്പിക്കുകൾ തന്നെയാണ് 5 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മാനേജർ എക്കണോമിക്സിൽ ഞാൻ വീണ്ടും പറയുന്നു, ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസുകൾ ഒരുപാടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്തൊക്കെ? മാനേജർ എക്കണോമിക്സിന്റെ ബേസിക് തിയറി, ഡിമാൻഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ലോ ഓഫ് ഡിമാൻഡ്, അങ്ങനത്തെ ഏരിയാസ്, മാർക്കറ്റ് സ്ട്രക്ചറിൽ എന്താ പറയുക, മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ആ ഏരിയാസ്, WTO, FDI, IPR, കേരള എക്കണോമിയുടെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഈ പറയണ ഇന്ത്യൻ ഇക്കോണമിയുടെ ഫീച്ചേഴ്സ്, പിന്നെ പോവർട്ടി അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, കോസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, അത് പിന്നെ ഇനീക്വാലിറ്റീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇൻഫ്ലേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്ര ഏരിയാസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു എന്താണ്, വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ നിന്നൊക്കെ 3 പാർട്ടിലും ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാർട്ട് എയും പാർട്ട് സിയും ഫോക്കസ് ചെയ്ത് നമുക്കറിയുന്ന പോലെ എല്ലാ ചോദ്യങ്ങളും നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അറിയുന്നത് നല്ല രീതിയിൽ എഴുതാൻ അറിയാതെ നമുക്ക് ഓൺ വേർഡ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കും, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും. ഓക്കെ, സോ നാളത്തെ എക്സാം നല്ല രീതിയിൽ എല്ലാവരും പ്രസന്റ് ചെയ്യുക. സോ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.